എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. പപ്പടം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാ ഉള്ളത്? എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അന്നേരം ശുദ്ധമായിട്ടുള്ള പപ്പടം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്, ഒരുപാട് കഴിക്കുകയും ചെയ്യും. അന്നേരം ശുദ്ധമായിട്ടുള്ള പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പപ്പടം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു കുഞ്ഞു ബൗൾ നിറയെ നമ്മൾ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അരിച്ച് ആ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇതിനെ നല്ല പോലെ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. നല്ല പോലെ ഉണങ്ങി കിട്ടിയാൽ മാത്രമേ അത് കറക്റ്റ് രീതിയിൽ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഇതുപോലുള്ളൊരു തുണിയുടെ മുകളിലായിട്ട് നമ്മളിതുപോലെ ആ ഒരു ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ ഉണക്ക് മതി. അങ്ങനെ നമുക്കിത് ഉണക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഉഴുന്ന് ഇതുപോലെ കഴുകിയൊക്കെ ഉണക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിപ്പം നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നല്ലപോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ പൗഡർ രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയില്ലെന്ന് നമ്മൾ എടുക്കുമ്പോൾ തോന്നിയാലും നമുക്ക് ഒന്നും കൂടെ അരിച്ചെടുക്കാം. ഒന്നെന്ന് വെച്ചാൽ ഒരു 2-3 തവണ നമ്മൾ ഈ ചെറിയ അരിപ്പ രീതിയിലുള്ളതിനകത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പൗഡർ രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവിനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് നല്ല പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇതിപ്പോൾ ആ ഒരു ഉഴുന്ന് പൊടിയിലോട്ട് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ചേർക്കുന്നത്. സാധാരണ പപ്പടത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലാണല്ലോ, അന്നേരം നമ്മൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അതാണ്ട് ഇത്രത്തോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ബൗൾ നിറയാണ് നമ്മൾ ഉഴുന്നെടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഉപ്പും സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ഉഴുന്നിൻ്റെ ആ ഒരു പൗഡറും കൂടെ കൈകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പും സോഡാപ്പൊടിയും എത്തണം. അതുകൊണ്ടാണ്. അന്നേരം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നത് കുറച്ചൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത്ര ഈസി അല്ല. ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലോട്ട് പോകുമ്പോൾ അത്ര ഈസി അല്ല നമ്മൾ ഈ ഒരു പപ്പടം ഉണ്ടാക്കുമ്പം കുഴയ്ക്കുന്നത് കേട്ടോ. അതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം നല്ല കട്ടിക്കിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതിലേക്ക് നമ്മൾ അതൊന്ന് കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടാനും വേണ്ടി നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് അത്രയ്ക്ക് ആ ഒരു മാവ് സോഫ്റ്റായി കിട്ടണം. അന്നേരം നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഈ ഒരു മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടി നമ്മൾ ചപ്പാത്തിയുടെ കുഴവയുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മൂട് വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അന്നേരം എല്ലാ ഭാഗവും നല്ലപോലെ ഇടിച്ച് നമ്മൾ നല്ല പോലെ സോഫ്റ്റായി കിട്ടും. അങ്ങനെ കുറച്ച് നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അന്നേരം ആ ഒരു മാവ് ആദ്യത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ നല്ല പോലെ സോഫ്റ്റായി കിട്ടും. നമുക്കന്നേരം അത് പരത്തിയെടുക്കാനും വളരെ പെട്ടെന്ന് പറ്റും. അതിനുശേഷം കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം അധികം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ട് ഇനി ഇതിനെ കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനും വേണ്ടി. സാധാരണ നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിപ്പം കാണില്ല. വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ കുട്ടി പപ്പടം പോലെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അന്നേരം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തിരിക്കുന്നതായിരിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ, അതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് പരത്താനും വേണ്ടി ഒന്നുകിൽ നിങ്ങൾക്ക് മൈദയുടെ പൊടി എടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പൊടി മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു പൊടി വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയില്ലേ, അപ്പത്തിൻ്റെയൊക്കെ ആ അരിപ്പൊടിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതുപോലെ ഇത് പരത്തുന്ന ആ ഒരു ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ പപ്പടത്തിൻ്റെ മാവുണ്ടല്ലോ, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ചൊരു പാടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. വളരെ പെട്ടെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അന്നേരം ഇതേ രീതിയിൽ ഒട്ടും
ഒട്ടും തന്നെ കട്ടിയില്ലാണ്ടാണ് ഞാൻ പരത്തുന്നത്. ഇതിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടില്ല. അതിന് നമുക്ക് ഷേപ്പിന് വേണ്ടി ഒരു കൃത്യമായിട്ട് ഇതുപോലൊരു വട്ടത്തിലുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതുപോലൊന്ന് ആക്കിയാൽ മതി. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്നും ഇരിക്കുകയാണ്, അത് നമുക്ക് ലെവൽ ചെയ്ത് നേരെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ കട്ടിയില്ലാതാണ് നമ്മൾ പരത്തിയിരിക്കുന്നത്. അന്നേരം ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ നമുക്ക് ഒട്ടും കട്ടിയില്ലാതെ നമുക്ക് പരത്താം. ഈ മാവ് ഇത്ര സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ല പോലെ പ്രസ് ചെയ്ത് ഇതെടുക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കുഴവി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് ഒന്ന് പദം വരുത്തിയാൽ മാത്രമേ ഇതേ രീതിയിൽ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇത്രത്തോളം പപ്പടം കിട്ടിയിട്ടുണ്ട്. ദാണ്ട ആ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ലെവലാക്കി എടുക്കണം. അന്നേരം നല്ല കറക്റ്റ് രീതിയിൽ നമ്മൾ പരത്തി നല്ല ഒട്ടും തന്നെ കട്ടിയില്ലാണ്ടാണ് നമ്മൾ പരത്തിയിരിക്കുന്നത്. അന്നേരം ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. ഉണക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം ഇട്ട് ഉണക്കി അതങ്ങ് ഒരുപാട് ഡ്രൈ ആക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു നല്ല വെയിലുള്ള സമയമാണല്ലോ, അന്നേരം ഒരു 5 സെക്കൻഡോ അത്ര മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമുക്കിതിനെ ഉണക്കി എടുക്കാവുന്നതാണ്. ഉഴുന്ന് ഇതുപോലെ നമ്മൾ ഉണക്കി വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പപ്പടം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ അത് ഇതിനെ നമ്മൾ വെയിലത്തോട്ട് വെക്കുകയാണ്. വെയിലത്തോട്ട് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരെ വെക്കുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അന്നേരം തന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് വെയിലൊന്ന് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പപ്പടം പൊള്ളിച്ചാൽ ഒരുപാട് കഴിക്കും. പപ്പടം വെച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടികൾ എല്ലാവരും കഴിച്ചിട്ടുള്ളവരാണ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒന്നും കറി വെക്കാനില്ലെങ്കിലും പപ്പടം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പപ്പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ഒന്ന് പൊള്ളിച്ച് നോക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു പപ്പടത്തിൻ്റെ സൈഡൊക്കെ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് തിരിച്ചിടാം. അന്നേരം വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള പപ്പടം നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിപ്പോൾ എത്ര മൊത്തത്തിൽ ഞാൻ പൊള്ളിക്കുന്നില്ല, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ ഒരു റെസിപ്പിയും കൂടെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ടെന്ന്. അന്നേരം പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഒന്നും കറി വെക്കാനില്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറാണെങ്കിലോ ചപ്പാത്തി ദോശ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് നല്ല പോലെ വറന്നു വന്നപ്പോഴത്തേന് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇതേ രീതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചെറിയ ബോക്സിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് അത് തണുത്തൊന്നും പോവുകയില്ല. അതിന് പപ്പടം കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അന്നേരം നമ്മൾ മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. മൺചട്ടി നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുകിട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അരമുറി സവാള, കുറച്ച് ഒരു 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന്. അത് നമുക്ക് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ഒന്ന് വാടി വരട്ടെ. വാടി വരുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി ഇളക്കുക. അതിനുശേഷം അതിലിങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇല്ലാതെയും ചേർക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ അതിൻ്റെ രുചി ഒന്ന് ഇരട്ടിക്കും. എന്നിട്ട് ഈ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക. ആ ഒരു സവാളയും വെളുത്തുള്ളിയും ആ ഒരു പച്ചമുളകും മുട്ട എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഒന്ന് ഡ്രൈ ആയി കിട്ടണം ആ ഒരു മുട്ട, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നല്ല മുളക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി, അല്ലെങ്കിൽ മുളക് ഈ ഒരു പച്ചമുളകിൻ്റെ എരി മാത്രം മതിയെങ്കിൽ അതങ്ങനെ ആയാലും മതി. അതിപ്പം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി ലേശം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. കാരണം പപ്പടത്തിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയി വന്നപ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ എൻ്റെ കൈക്ക് ഒരു പിടി തേങ്ങ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓപ്പണായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം
അവസാനം അതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ ചേർന്നതിന് ശേഷം നമുക്കിതിലേക്ക് പപ്പടം ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പപ്പടം കൂടി ചേർക്കുമ്പം നല്ലൊരു വേറിട്ട രുചിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ഒരു പുതുമയുള്ളൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പപ്പടവും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കിടിലൻ പപ്പടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അതീവ രുചികരമായിട്ടുള്ളൊരു പപ്പടത്തിൻ്റെ തോരനാണ്. അതിന് മുട്ട ചേർക്കണം നിർബന്ധമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മുട്ട ചേർക്കാണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അന്നേരം നമ്മുടെ ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അത് നമ്മുടെ പപ്പടം നല്ല പോലെ തവിട് പൊടിയായിട്ട് കിട്ടും. അത് ഇതിന് കുട്ടി പപ്പടമായിട്ട് നമുക്ക് പരത്താം. ഇതിലും വലുതായിട്ടൊക്കെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. അന്നേരം ഉഴുന്ന് എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യമാണല്ലോ. അന്നേരം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പിയും തയ്യാറാക്കി നോക്കണേ. അന്നേരം നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.